ഈ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ്. ഏതായാലും കിട്ടിയ അവസരം മുതലാക്കി ആപ്പിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് പാർട്ടി. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആം ആദ്മിയുടെ കനത്ത തോൽവിയിൽ പ്രതികരിച്ച് കോൺഗ്രസ് എത്തിയതാണ് ഇന്നത്തെ ശ്രദ്ധേയമായ വാർത്ത. ആം ആദ്മിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കില്ലെന്ന് കോൺഗ്രസ് തീർത്തും പറഞ്ഞു. തങ്ങൾ 15 വർഷത്തോളം അധികാരത്തിലിരുന്ന സ്ഥലമാണ് ഡൽഹി. അവിടെ മുന്നേറേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനഥെ പറയുന്നു. വോട്ടുകൾ ഭിന്നിച്ചതാണ് ആം ആദ്മിയുടെ പരാജയത്തിലേക്ക് നയിച്ചതെന്ന തരത്തിലുള്ള ചർച്ചകളിലാണ് ശ്രീനഥെ ഇങ്ങനെ പ്രതികരിച്ചത്. AAPയെ വിജയിപ്പിക്കേണ്ടത് ഒരിക്കലും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഞങ്ങൾ ആം ആദ്മിയെ തോൽപ്പിച്ചുവെന്നതാണ് ലോജിക് എങ്കിൽ കെജ്രിവാൾ ഗോവയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും മത്സരിച്ചിട്ടില്ലേ? ഗോവയിലും ഉത്തരാഖണ്ഡിലും ആം ആദ്മിക്ക് ലഭിച്ച വോട്ടുകളാണ് BJPയുടെ വിജയത്തിലേക്ക് നയിച്ചത് എന്നവർ ചൂണ്ടിക്കാട്ടി. ഗോവയിൽ BJPക്ക് 40.3% വോട്ട് വിഹിതം, കോൺഗ്രസിന് 13.5%, ആം ആദ്മിക്ക് 12.8% വോട്ട് ലഭിച്ചത്. അതേസമയം ഉത്തരാഖണ്ഡിൽ BJPക്ക് 44.3%, കോൺഗ്രസിന് 37.9%, ആം ആദ്മിക്ക് 4.82% വോട്ട് വിഹിതം. ആം ആദ്മിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കാത്തതാണ് ഡൽഹിയിൽ ആം ആദ്മിയുടെ പരാജയത്തിലേക്ക് നയിച്ചതെന്ന വിമർശനം ഉയരുന്നുണ്ട്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം ഇരു പാർട്ടികൾക്കുമെതിരെ പരിഹാസവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയും രണ്ടു കൂട്ടരും പരസ്പരം തല്ലുപിടിക്കൂ എന്നായിരുന്നു ഒമർ പരിഹസിച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിച്ചിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിരുന്നോ എന്നാണ് ഇരു പാർട്ടികളിലെയും നേതാക്കളുടെ ചോദ്യം. ഇക്കുറിയും അധികാരം നേടാൻ സാധിക്കുമെന്ന ആം ആദ്മിയുടെ അവകാശവാദത്തിനാണ് ഡൽഹിയിൽ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. തങ്ങൾക്ക് 55 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രവചനം. എന്നാൽ 28 സീറ്റിനപ്പുറത്തേക്ക് ലീഡ് ചെയ്യാൻ ആം ആദ്മിക്ക് സാധിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 70-ൽ 62 സീറ്റുകളായിരുന്നു ആം ആദ്മി നേടിയത്. BJPക്ക് വെറും 8 സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. സത്യത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ വെല്ലുവിളികളാണ് ആം ആദ്മിക്ക് നേരിടേണ്ടി വന്നത്. സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ വോട്ടർമാർക്കിടയിൽ മോശം പ്രതിച്ഛായ സൃഷ്ടിച്ചു. 2015-ലും 2020-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വൻ വിജയമാണ് നേടിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് രണ്ട് സർക്കാരുകളും നടത്തിയിരുന്നത്. വൈദ്യുതി, വെള്ളം എന്നിവയ്ക്ക് നൽകിയ സബ്സിഡികൾ വോട്ടർമാരെ സന്തോഷിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടും BJPയെ ഡൽഹിയിൽ നിന്ന് അകറ്റിയത് ഇതായിരുന്നു. എന്നാൽ കാലക്രമേണ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ ഡൽഹിക്കാരെ അലട്ടാൻ തുടങ്ങി. അവയിൽ തന്നെ ഗുണനിലവാരമില്ലാത്ത വായു വലിയ വിഷയമായി. കേന്ദ്രത്തിലെ BJP സർക്കാർ ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന ആപ്പിന്റെ ആവർത്തിച്ചുള്ള ആരോപണം വോട്ടർമാർ ഒഴിവു കഴിവുകളായി കണ്ടു. BJPയുടെ ഇരട്ട എഞ്ചിൻ വാഗ്ദാനങ്ങൾ ജനങ്ങളെ ആകർഷിച്ചതും ഒരു കാരണമായി.